PC ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിൻ്റെ ക്ലോക്കും സമയവും എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോർഷനിൽ പ്രതിബിംബ സമയം തന്നിട്ട് യഥാർത്ഥ സമയം തന്നിട്ട് പ്രതിബിംബ സമയവും കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുമെന്നതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, അതിനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പം തന്നിരിക്കുന്ന ടൈം 11 മണി മുതൽ 11 to 1. അപ്പോൾ ഈ 11 മണി മുതൽ 1 മണി വരെയാണ് നമുക്ക് ടൈം തന്നിട്ടുള്ളതെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടൈം നമ്മൾ ആ ടൈമിനെ 23.60 23:60 നിന്നും നമ്മൾ ഈ ഒരു നമുക്ക് തന്ന ടൈം നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇനി 11 മുതൽ 1 മണി വരെ അല്ലാണ്ട് ബാക്കി ഏത് ടൈം തന്നു കഴിഞ്ഞാലും നമ്മൾ 11.60 അതായത് 11:60 നിന്നും മൈനസ് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് 11 മുതൽ 1 മണി വരെയുള്ള ടൈം, അതായത് 11, 12, 1. അപ്പം ഇതിലും ഏത് വരാം? 11 എന്ന് പറയുമ്പോൾ 11, 11:30, 11:40, അതുപോലെ 12:30, 12:20, അതുമുതൽ 1 വരെ 11 to 1 വരെ ഉള്ളതിൽ ഏത് ആ ഒരു ടൈം തന്നു കഴിഞ്ഞാൽ നമ്മൾ 23:60 നിന്നും മൈനസ് ചെയ്യുക. ബാക്കി ഏത് ടൈം തന്നു കഴിഞ്ഞാലും നമ്മൾ 11:60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം. ഇനി നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ക്ലോക്കിൽ സമയം 10:20 എങ്കിൽ പ്രതിബിംബ സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 11 to 1 മണി വരെയുള്ള ഏത് ടൈം തന്നു കഴിഞ്ഞാലും നമ്മൾ 23:60 നിന്ന് മൈനസ് ചെയ്ത ആൻസർ കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് ടൈമാണോ തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ 11:60 നിന്നും ആ ടൈം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 10:20 എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് ആദ്യത്തെ ഈ ഒരു കാറ്റഗറി പെടുന്നതല്ല, 11 to 1 വരെയുള്ളതല്ല. അപ്പോൾ 11 മുൻപുള്ളതാണ് 10:20 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്? ഈ 11:60 നിന്നാണ് അത് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ 11:60 മൈനസ് 10:20 നമുക്ക് എത്ര കിട്ടും? 1.40. ആൻസർ എന്ന് പറയുന്നത് 1:40. 1:40 അതിൻ്റെ ആൻസർ. അപ്പോൾ ഒരു ക്ലോക്കിൽ സമയം 10:20 എങ്കിൽ പ്രതിബിംബ സമയം എന്നത് 1:40. ഈ ഒരു വേ ആണ് നമ്മൾ യൂസ് ചെയ്തത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിലെ സമയം 11:40 എങ്കിൽ പ്രതിബിംബ സമയം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എത്ര? 11:40. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 11 to 1 മണി വരെയുള്ള ഏത് ടൈം തന്നു കഴിഞ്ഞാൽ നമ്മൾ 23:60 നിന്നാണ് അത് മൈനസ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പോൾ 11 to 1 ഇടയ്ക്ക് വരുന്നതാണ് ഈ 11:40 എന്ന് പറയുന്ന സമയം. അപ്പം നമ്മൾ ഏതിൽ നിന്നാണ്? 23:60 നിന്നാണ് ഈ 11:40 മൈനസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആൻസർ 2:0112. അപ്പം നമുക്ക് കിട്ടിയത് 12:20. അപ്പോൾ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 12:20 ക്ലോക്കിലെ സമയം. അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ, അതായത് നമ്മുടെ ക്ലോക്കും സമയവും എന്ന ഈ ഒരു പോർഷനിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതുപോലെ പ്രതിബിംബ സമയം മാത്രമല്ല ചോദിക്കുന്നത്. ഞാനിവിടെ പ്രതിബിംബ സമയത്തിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു പോർഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതലും ചാൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിർണ്ണയിക്കുന്ന കോണളവുകളെക്കുറിച്ചും ചോദിക്കും. പിന്നെ വ്യത്യാസം, അങ്ങനെ കുറച്ച് ഡിഗ്രി അളവുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇനി അടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാം.